ബഹിഷ്കരിക്കുകയാണെന്ന തരത്തിൽ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട്. അത് ഞങ്ങളൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ. നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതെ, തീർച്ചയായും വൈകാരികമായിട്ടുള്ളൊരു ദിനം തന്നെയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ അച്ഛനാണല്ലോ. എന്നാൽ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി, ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നു? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. ബ്ലാക്ക് ഡ്രസ് ഒക്കെയാണല്ലോ യാദൃശ്ചികമായി ചൂസ് ചെയ്തതാണ്. ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഡ്രസ് തന്നെയല്ലേ. സ്ഥാനാർത്ഥി അതിൽ വലിയ കഴിവുള്ള കാര്യമല്ല. ഈ 2 സ്ഥാനാർത്ഥികളും നിങ്ങളുടെ വീട്ടിലെത്തി. അദ്ദേഹം കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങളൊരു സത്യമല്ലേ? ഞങ്ങളിലുള്ള വിശ്വാസമല്ലേ അത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. അത് എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്. അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് 6 മണിവരെ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. വിവാദമുണ്ടാക്കിയതിനെ കുറിച്ച് അറിയില്ല. അത് വിവാദമുണ്ടാക്കിയവരോട് തന്നെ അതിനുള്ള മറുപടി അവർ തന്നെ പറയട്ടെ എന്നാണ് സ്മിത പ്രകാശും അവരുടെ മകൾ നന്ദന പ്രകാശും ഇപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ UDF ജയിക്കണം, UDF തീർച്ചയായും ജയിക്കും, അതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ഉറപ്പിച്ചു പറയുന്നു. മറ്റ് എല്ലാ വിവാദങ്ങൾക്കും വിരാമമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്മിത പ്രകാശും അതുപോലെ തന്നെ നന്ദന പ്രകാശും അവരുടെ അഭിപ്രായം ഇപ്പോൾ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത്. അവർ കണ്ണൂരെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ നിന്നും വരാൻ അല്പം ലേറ്റായി പോയി. അത് 6 മണിവരെ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അതൊരു വൈകാനുള്ള കാരണമുണ്ടായത്. അതിനകത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അത്തരം വിവാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ ഇവർ വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യാൻ ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അത് സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. രാഷ്ട്രീയ നേതാക്കളും LDFും അത് വലിയ തോതിൽ പ്രചരണ ആയുധവുമാക്കിയിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു വിരാമമായിരിക്കുന്നത്. അത് കൃത്യമായി പറയുന്നു. അവരുടെ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് നന്ദന പറയുന്നു, അതൊരു വൈകാരിക നിമിഷം തന്നെയാണ് അത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അച്ഛൻ മത്സരിച്ചതാണ്. അവരുടെ പ്രവർത്തന രീതികളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അതിന്റെ വേഗതയും അവരുടെ ആ സമയത്തുള്ള അവരുടെ പ്രവർത്തന രീതികളെല്ലാം നമ്മൾ കാണുകയുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അതൊരു എന്റെ അച്ഛനാണ്, അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അവർ അതിനെക്കുറിച്ചുള്ള കാരണങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. ഒരിക്കലും അവർ വോട്ട് ചെയ്യില്ല എന്നുള്ളത് തങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാക്കിയതിനെതിരെ അവർക്ക് അറിയില്ല. അത് അവർ തന്നെ മറുപടി പറയട്ടെ എന്ന് തന്നെയാണ് അവരുടെ ഇപ്പോഴുണ്ടായ ഈ മറുപടി. അവർ 2 പേരും വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിന് ശേഷം അവർ തീർച്ചയായും പറയുന്നു UDF വിജയിക്കണം, UDF ആണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരായിട്ട് തന്നെ മരണം വരെ ഉണ്ടാവുമെന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ്. അഖില.